ചതിക്കല്ലേ മോനെ. വാവനെ വാവനെ. കോയമ്പത്തൂരിൽ നിന്ന് ഇങ്ങോട്ട് തുരങ്ങുണ്ടോ വേഷം കെട്ട് കാണിച്ചോണ്ടല്ലോ. ഇതൊരു എന്നോട് കളിക്കാൻ എനിക്കെന്നെ അറിയില്ല. ഞാൻ ഏത് പാതാളത്തിൽ പോയി ഓടിച്ചാലും തന്നെ പൊക്കള വഴി അറിയണോ കേട്ടോ. ക്ഷമിക്കണം സിദ്ധു, മുടക്കം വരുത്തിയ പലിശ. ഇനി ഞാൻ വീഴ്ച വരുത്തില്ല. എടി, അന്ന് ബീച്ചിൽ കണ്ട ആളല്ലേ ഇത്? ഇയാളെ ഗുണ്ടയാണോ? അയ്യോ, ഇത് പോരല്ലോ ജോൺസാ. തന്നെ പിടിക്കാൻ വേണ്ടി അന്ന് ആ ജയൻവീലിന്റെ മേലിൽ വലിഞ്ഞു കയറി അവിടുന്ന് പ്രശ്നത്തിലായതിന്റെ ചെലവ്, പിന്നെ പോലീസുകാരെ തല്ലേന്റെ ഒരു ചെലവ്, പിന്നെ പോലീസുകാരെ ഞങ്ങളെ തല്ലിയതിന്റെ ചെലവ്, അതെ ചതവിൽ പുറത്താൻ തൈലം വാങ്ങിച്ചതിന്റെ ചെലവ്. ഇനി അതൊക്കെ പോരാഞ്ഞിട്ട് ഒരു നന്ദിയില്ലാത്ത ജന്തു എന്റെ കൈയും കടിച്ചതിന്റെ പേരില് അതിന് പെയ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് ജനറൽ ഹോസ്പിറ്റൽ പോയി എന്റെ പൊക്കളിന് ചുറ്റി ഇഞ്ചക്ഷൻ എടുത്തതിന്റെ ചെലവ്. ഇതെല്ലാം ഒരു ഭയങ്കര ചെലവാണ്. കാണിച്ചേ എന്നെ കടിച്ച പട്ടി അല്ല കുട്ടി. എന്നെ ഓർമ്മയുണ്ടോ? നിന്റെ കടി കൊണ്ട് ഡോക്ടർ അടുത്തപ്പോ അങ്ങനെ പറഞ്ഞെന്താന്നറിയാമോ? കടിച്ച ജന്തുവിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാൻ, എന്നാലേ പൊക്കളിന് ഇഞ്ചക്ഷൻ വെക്കാൻ പറ്റുമെന്ന്. കാണിക്കല്ലേ? നിനക്കെന്നെ അറിയില്ല. എന്തിനാ പ്രശ്നം ഉണ്ടാക്കുന്നത്? അന്നത്തെ കടി തിരിച്ചു കൊടുത്താ പോരെ? കൊച്ചെ കൈ ഓടന്നോ? അച്ഛന്റെ പ്രായത്തിൽ നോക്കി പോടന്നോ? ആവേശത്തിൽ പറഞ്ഞു ചുമ്മാ ചുമ്മാ. മര്യാദക്ക് അല്ലെങ്കിട്ടല്ല നിന്നെ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ടും അച്ഛനും മുച്ചാലും കടിച്ചോളയും. എന്നാ കടിക്കണോ? കടിക്കാൻ എന്റെ കൈ കടിക്കാൻ. അത് പിന്നെ കടിക്കണോ? നീ കടിക്കണ്ട. എന്റെ ശരീരത്തെ തൊടുവോ ഇനി നേരെ ഞങ്ങളുടെ പരിസരത്ത് വരുവോ ചെയ്താ താൻ എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം. അപ്പൊ ഞാൻ പോവാണേ. എന്താ എന്താ വിളിച്ചത്? അല്ല, ഞാൻ ഞങ്ങളുടെ ഡ്രൈവറിനെ ഒന്ന് വിളിച്ചതായിരുന്നു. പൗലോസ്. പൗലോസ് പൗലോസ് ഏട്ടാ, പൗലോസ്. നമ്മള് ചമ്മി അല്ലേടി? ആരും കണ്ട വേമ്പോ നോമാണ് ജ്യോതിഷരത്നം ഭൂമേനയില്ലത്ത ബ്രഹ്മശ്രീ ബിജു ബ്രാഹ്മണൻ. ദൈവം നടത്താൻ തീരുമാനിച്ച കാര്യങ്ങള് മനുഷ്യരോട് നേരത്തെ പറയുക, അതാണ് ജീവിത ലക്ഷ്യം. ഇയാള് ബ്രാഹ്മണൻ തന്നെയാണോ? ബ്രാഹ്മണന്മാരത്തെ എങ്ങനെ ഇരിക്കണേ? പിന്നെ എങ്ങനെ അല്ല ചേട്ടാ, സംശയം നേരിട്ട് ഇങ്ങോട്ട് ചോദിക്കുക. അല്ല, ഈ ബ്രാഹ്മണൻ എന്നൊക്കെ കേട്ടപ്പോഴേ അതാണോ പ്രശ്നം? അമാവാസിയിലായിരുന്നു നോമിന്റെ ജനനം. ഓ, ദൈവം കഴിവ് തന്നു, കളർ തന്നില്ല. ഇത്രയും ചെറിയൊരു ബ്രാഹ്മണനെ ഞാൻ ആദ്യമായിട്ട് കാണുക. അത് നോമിന്റെ അമ്മയുടെ കയ്യിലിരിപ്പോണ്ടാണേ. അമ്മയ്ക്കൊന്നും ഉപവാസാണേ. അമ്മ അകത്തേക്ക് എന്തെങ്കിലും ഞണ്ണിയാലല്ലേ അകത്ത് കിടക്കണ നോമിന് വലുതാകാൻ പറ്റൂ. അല്ലാണ്ട് ഗർഭോത്രത്തിനകത്ത് ചായക്കടയൊന്നും ഇല്ലല്ലോ തനിയെ പോയി കഴിക്കാൻ. പ്രശ്നത്തിലേക്ക് കിടക്കാം. ചേട്ടാ, ഈ ബ്രാഹ്മണന്മാർക്ക് ബിജു പേരുണ്ടാവുന്നില്ലേ? അല്ല, ഈ ബ്രാഹ്മണന്മാർക്ക് ബിജു ഒന്ന് പേരിടുമെന്നാ സംശയം. ഒരു മിനിറ്റ്, ആയിക്കോട്ടെ. പ്രശ്നം വെക്കുന്നിടത്ത് പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഈ തടിച്ചിട ഓരോ സംശയങ്ങള്. ഓനെ എന്താ ചെയ്യാ? വൃത്തികെട്ട തന്തയെ തെണ്ടി. ഭൂമേനി വാസവദത്ത്, ഭൂമേനി ബ്രഹ്മദത്ത്, അങ്ങനെ എത്രയെത്ര നല്ല പേരുകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് താൻ എനിക്കിട്ടത് ബിജു. അച്ഛൻ തിരുമേനിയാണേ ഈ വൃത്തിയിട്ടാണ് നോമിനെ ചതിച്ചത്. ചേട്ടാ, ഇയാളെ കണ്ടിട്ട് ഒരു നമ്പൂതിരി ചോദിച്ചാൽ പറഞ്ഞ ശരിയാ. ഇങ്ങോട്ട് വരിക. എന്താ തിരുമേനി? എങ്ങനെ സഹിക്കണു ഈ മുതലിനെ? ഇവൾക്ക് നിത്യേന അസുഖമാണ്. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. തിരുമേനി മൊത്തത്തിലൊന്ന് നോക്കണം. നോക്കാം, നോക്കണല്ലോ. രാജഗഡി എവിടെ തപ്പിച്ചെടുത്തു? തിരുമേനി തിരുമേനി ഇവിടെ അല്ല, അവിടെ. ഒരാപത്ത് വരണുണ്ടല്ലോ. നോം പ്രവചിച്ച അച്ചത്ത ആ ആപത്ത് ഇപ്പൊ സംഭവിച്ചേ തീരൂ. അപ്പോ ആരാ? ഞങ്ങൾക്ക് ഇവനെ വേണ്ടത്. നിങ്ങക്കറിയാൻ പാടില്ലേ, ഇത് നോമിന്റെ സ്വന്തം വരും. നോമിന് അറിയായിരുന്നു. എന്താ ലേറ്റ് ആയേ? നമുക്ക് ഇവിടെ വെച്ച് തന്നെ വേണോ? ഇവിടെ വെച്ച് തന്നെ തരാം. ചേട്ടാ,
എന്താ കാര്യം? ഏട്ടന്റെ മോളുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചത് ഇയാളാ. ദീർഘ ദാമ്പത്യം പറഞ്ഞിട്ട് എന്നിട്ട് ആദ്യ രാത്രി തന്നെ മണിയറെ കിടന്ന് മണവാള ചെറുക്കൻ മരിച്ച്. അറിയിക്കണം നിന്നെ. തിരുമേനി ഒരു സംശയം. തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഒറ്റമൂല് പറഞ്ഞു തരട്ടെ. എന്താ? എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക.